അപ്പൊ എത്ര നാൾ മുമ്പാണ് നിങ്ങളുമുള്ള ബന്ധം? ഞങ്ങള് ഇപ്പൊ ഒരു 4 year ആയി, 4 വർഷത്തിന്. ഷോപ്പ് തുടങ്ങിയിട്ട്? ഷോപ്പ് തുടങ്ങിയിട്ട് റീസെന്റ് ഒരു 5 month ആവണേ ഉള്ളൂ. അത്രേ ആയിട്ടുള്ളൂ? അത്രേ ആയിട്ടുള്ളൂ. അതിന് മുമ്പേ ഉണ്ട്. അതിന് മുമ്പ് ആഷി ആദ്യം അബുദാബിയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് റാസൽ ഖൈമിൽ ഒരു റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്ത് ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വേറെ റെസ്റ്റോറന്റിലേക്ക് മാറി. അങ്ങനെ അപ്പൊ ഇടയ്ക്ക് പോയി വരും കാണും, വരും പോയി കാണും, ഫോൺ അങ്ങനെ. ഈ ഷോപ്പ് തുടങ്ങാനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തി? സോഷ്യൽ മീഡിയ ഉണ്ട്, പിന്നെ കുറച്ച് വീട്ടിൽ നിന്ന് കുറച്ച്, പിന്നെ നമ്മളെ മെയിൻ ഒരു ഞാൻ പറഞ്ഞ സപ്പോർട്ടർ ഉണ്ട്, ഏട്ടൻ അജീഷ് ഏട്ടൻ. ആ ഏട്ടനും എല്ലാം കൂടെ ഒരുമിച്ച്. ആ ചേട്ടൻ ഇതിനൊന്നും വിഷയമല്ലേ? ആ ഏട്ടനും ഒരുപാട് വെല്ലുവിളി നേരിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളെ പോലത്തെ ഒരാളെ, ഇന്നെ പോലത്തെ ഒരാളെ, കാരണം ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒക്കെ ഫോൺ കോളൊക്കെ വരുമായിരുന്നു. എന്താണ് ജാസിനെ നിങ്ങൾ അവിടുന്ന് പറഞ്ഞയക്കണം, അവന് ജോലി ഇതാക്കരുത്, നിങ്ങൾ അവിടുന്ന് ഇതാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ സീനാക്കും, പ്രശ്നമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഫോൺ കോൾസിന് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആള് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ആൾക്ക് എന്നെ നന്നായിട്ട് അറിയായിരുന്നു, ഞാൻ എന്താണ് ഇതാണെന്നുള്ളത് അറിയാം ആൾക്ക്. നമ്മുടെ ജീവിതം എല്ലാം അറിയാം. പിന്നെ എന്റെ ഫാമിലിനായിട്ടൊക്കെ ഭയങ്കര ബന്ധമാണ്. അത് എത്ര വർഷം മുമ്പുള്ള കണക്ഷനാണ് നിങ്ങൾ? എനിക്ക് തോന്നുന്നു ഒരു 2-3 year ആയിട്ടുണ്ടാവുള്ളൂ കണക്ഷനായിട്ട്. നമ്മൾ ജീവിതത്തിൽ ഒരു വിവാഹം കഴിക്കില്ല. ഞാൻ വിവാഹം കഴിച്ചതാണ്. എന്റെ വിവാഹം ഫ്ലോപ്പ് ആയിരുന്നു. എത്ര വർഷം മുമ്പ്? ഞാൻ ഒരു 2 year ബാക്ക് ഒരു കല്യാണം കഴിച്ചു. കാരണം ഈ ഞാൻ പറഞ്ഞു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഒരു കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നൊക്കെ. അങ്ങനെ ഒരു കല്യാണം കഴിച്ചു. ഞങ്ങൾ ആകെ ഒരു 15 ദിവസം ഒരുമിച്ച് ജീവിച്ചു. പിന്നെ ഞാൻ ദുബായിലേക്ക് പോന്നു. പിന്നെ തിരിച്ചു പോയി, ഉപ്പ മരണമായിട്ട് തിരിച്ചു പോയി. പക്ഷെ എനിക്ക് എന്താ പറയാ, ഒരു വിവാഹ ജീവിതം എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായി എനിക്ക്. അപ്പൊ ഞാന് ഓക്കെ അങ്ങനെ ഈ മ്യൂച്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താരതമ്യം വെച്ച് ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞു. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എങ്ങനെയാണ്? മുന്നോട്ടുള്ള യാത്രയില് വിവാഹം എന്തായാലും ഉണ്ടാവില്ല ഇനി. എനിക്ക് വിവാഹ ജീവിതത്തിനോട് ഇനി താല്പര്യമില്ല. മുന്നോട്ടെന്ന് പറയുമ്പോ എന്തായാലും നമ്മള് ജീവിക്കണമല്ലോ, നല്ല കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയി നല്ല രീതിയിൽ ജീവിക്കണം. അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും വലിയ ദുഃഖമുണ്ടായ ഒരു സന്ദർഭം ഏതായിരിക്കും? ഏറ്റവും വലിയ ദുഃഖം ഉണ്ടായി? ഉപ്പ മരണപ്പെട്ടു. ഉപ്പായുമായിട്ട് അത്ര അറ്റാച്ച്മെന്റ് ആയിരുന്നു? ഭയങ്കരമായിട്ട്. മരണപ്പെട്ടപ്പോൾ ഉള്ള സങ്കടം എന്ന് പറഞ്ഞത്, ഞാൻ ആ സമയത്ത് ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ച് റിട്ടേൺ വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഉപ്പ നിങ്ങൾ സ്മോക്ക് ഭയങ്കരമായിട്ട് കുറക്കണം, അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും നിങ്ങളെ കാണട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്നത്. പിന്നെ ഉപ്പ മരണപ്പെട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉപ്പാക്ക് ഒരു ആക്സിഡന്റ് ആയിന്നാ പറഞ്ഞത്. ആക്സിഡന്റ് ആയി എത്രയും പെട്ടെന്ന് അവനോടൊന്ന് നാട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ കൊറോണയുടെ ടൈമാണ്. അപ്പം പെട്ടെന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ, ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ പോരുമായിരുന്നു. അപ്പോൾ എന്താണ് ഞാൻ ഇവിടെ കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങി എന്നെ വിളിക്കാൻ വേണ്ടി വന്ന സമയത്താണ് പിന്നെ ഇങ്ങനെ ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഉപ്പാക്ക് എന്താണ് പറ, ഉപ്പാക്ക് എന്താ? അപ്പൊ ഉപ്പാക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ കുറച്ച് സീരിയസ് ആണ്, നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് വന്ന്. പിന്നെ വീട്ടിലെത്തി ആ ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉപ്പ മരണപ്പെട്ടു എന്ന്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. കാരണം ഞാന് ഉപ്പ ഉള്ള സമയത്ത് നമുക്ക് ഒരു കണ്ണുള്ളപ്പോൾ കണ്ണിന് വില പറയില്ല എന്ന് പറഞ്ഞ പോലെ, ഉപ്പുള്ള സമയത്ത് എനിക്ക് ഉപ്പാന്റെ വില മനസ്സിലായിരുന്നില്ല. കാരണം ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞങ്ങള്. ഉപ്പ ഭയങ്കര ചെറുപ്പമാണ്. ഉപ്പാനെ കണ്ടാൽ എല്ലാവരും ചോദിക്കും നിന്റെ ഏട്ടനാണെന്ന് ചോദിക്കും, അത്രയും ചെറുപ്പമാണ് ആള്. അപ്പം ഉപ്പ ഞാൻ ഇപ്പോൾ നാട്ടിലുള്ള സമയത്ത് ഞാനൊരു റേഷൻ കടയിൽ പോയിട്ട് സാധനം വാങ്ങി, അല്ലെങ്കിൽ ഒരു പച്ചക്കറി കടയിലോ ഒരു മീൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ അവിടെ ഒന്നും പോയിട്ട് ഞാൻ ഇതുവരെ നിന്നൊരു സാധനം വാങ്ങിച്ചില്ല. എന്നെ വിടാതെ എനിക്ക് അറിയൂല ഇങ്ങനെ ഇത്. ഉപ്പ മരണപ്പെട്ട ശേഷമാണ് ഞാൻ ഇത് ഓരോന്ന് ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും ഉപ്പ എടുത്ത എഫേർട്ട് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഉപ്പ ചെയ്തു തരുന്നുണ്ട്. എല്ലാവരും ഉപ്പമാരും കേട്ടോ, നമ്മളെ എല്ലാവരും ഉപ്പമാരും അവർക്ക് വേണ്ടി ജീവിച്ചത് ഭയങ്കര വലിയൊരു, എല്ലാവരും ഉമ്മമാരെ മഹത്വം പറയുമ്പോൾ ഞാൻ അങ്ങനെ ഉപ്പാന്റെ മഹത്വം അങ്ങനെ ഒക്കെ മനസ്സിലായത്. ആ ഉപ്പ ഫുൾ സപ്പോർട്ടാണ് നമ്മുടെ ജീവിതയാത്രയിൽ. ഉപ്പ ഭയങ്കര വിഷമമുള്ള ഒരാളായിരുന്നു. ഉപ്പാനോടും കൂട്ടുകാരന്മാരൊക്കെ പറയുമല്ലോ, കാരണം ഉപ്പ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആൾക്കാരാണ്. ഉപ്പമാരെന്ന് പറയുമ്പോൾ എനിക്ക് ഏട്ടന്മാരില്ല, ഉപ്പ എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങുന്ന ആളാണല്ലോ. ഉപ്പാനോടും ഓൾറെഡി കുറെ ഫ്രണ്ട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നിങ്ങളെ മോൻ എന്താ ഇങ്ങനെ പെൺകുട്ടികളെ പോലെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താ മാമ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അങ്ങനെ ഉമ്മനോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഉപ്പാനോട് ഇങ്ങനെ ചോദിച്ചു, അവരിങ്ങനെ ചോദിച്ചു, ഇവരിങ്ങനെ ചോദിച്ചു, ഇപ്പൊ ഉമ്മ എന്നോട് പറയാറുണ്ട്. ഉമ്മി ഞാനും ഭയങ്കരമായിട്ട് എല്ലാ കാര്യം ഷെയർ ചെയ്യുന്ന വ്യക്തിയാണ്. നല്ല ഫ്രണ്ട്സ് പോലെ എല്ലാ കാര്യം ഷെയർ ചെയ്യും. എന്റെ എല്ലാ A to Z കാര്യം ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്ന ഉമ്മാനോടാണ്. ഉമ്മാക്ക് അറിയാം ഞാൻ എന്താണ് ഏതാണ് എല്ലാം പറയും. ഞാൻ ഉപ്പായോടൊന്നും പറയാറില്ല. ഉപ്പാട് ഒരു ബഹുമാനത്തിന് പേടിയല്ല, ഒരു ബഹുമാന സൂചകമായിട്ടൊരു പേടി ഉണ്ടാവില്ല, അതായിരുന്നു. കാരണം ഉപ്പ പുറത്തിറങ്ങുന്ന ആളാണ്, ഉപ്പ നാട്ടുകാരെ ഫേസ് ചെയ്യുന്ന ആളാണെന്നുള്ളത് എനിക്കറിയാലോ. ഉപ്പ തന്ന ഒരു ഉപദേശം എന്തായിരിക്കും? ഉപ്പ തന്ന ഉപദേശം എന്ന് പറയുന്നത്,
ഉപ്പ തന്ന ഒരു ഉപദേശം കടം വാങ്ങരുത് എന്ന് പറയാറുണ്ട്. ആരെടുത്തു നിന്നും ₹1 കടം വാങ്ങരുത്. അത്രേ ഉള്ളൂ ഒരു ഉപദേശം. ഒരാളുടെ പാലിക്കാൻ കഴിഞ്ഞോ? എനിക്ക് ഇതുവരെ ഒരാൾക്കും കടമില്ല. ഞാൻ ₹1 പോലും ഒരാളുടെ കടം വാങ്ങുന്ന ആളല്ല. എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ചെലവ് ഭയങ്കര ചുരുക്കി ജീവിക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെ പിടിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എല്ലാവരും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ, ബ്രാൻഡഡ് ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും, ആ ബ്രാൻഡഡ് ഡ്രസ്സ് വാങ്ങുന്ന എമൗണ്ട് കൊണ്ട് എനിക്ക് 5-6 ഷർട്ട് വേറെ വാങ്ങാലോ എന്ന്. അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര ഒരുപാട് ബ്രാൻഡ് സാധനങ്ങൾ വാങ്ങാനൊന്നും ഞാൻ നിൽക്കാറില്ല. എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഷർട്ട് അത് വാങ്ങിച്ച് യൂസ് ചെയ്യും. പറഞ്ഞ വാക്കാണ്. അതെ. ഒരിക്കലും കടം വാങ്ങരുത്. കടം വാങ്ങിച്ച് ശത്രുവിനെ ഉണ്ടാക്കരുതെന്ന് പറയും ഉപ്പ. അതുകൊണ്ട് ഞാൻ കടം വാങ്ങാറില്ല. ഉപ്പാടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. ഉപ്പാക്കും ഒരു കടം ഉണ്ടായിട്ടില്ല. ഉപ്പ മരണപ്പെട്ട സമയത്ത് ഉപ്പാക്ക് ഒരു കടം ഉണ്ടായിട്ടില്ല. അത് വീട്ടിലെല്ലാവരും, ഉമ്മയാണെങ്കിലും ഒരു കടം വാങ്ങിച്ചുള്ള ഒരു ആർഭാട ജീവിതം ഞങ്ങൾക്ക് വേണ്ടാന്ന്. ഇല്ലെങ്കിൽ ഉള്ള പോലെ എല്ലാം. ഉപ്പ ടാക്സി ഡ്രൈവർ ആയിരുന്നു. ജീവിക്കാനുള്ളത് ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ജീവിക്കാനുള്ളത് ടാക്സി ഡ്രൈവർ വണ്ടി ഓടിച്ച് കിട്ടുന്നത്. അതുകൊണ്ടായിരുന്നു നിങ്ങളെല്ലാം ഇത്രയും വളർത്തിയാക്കിയത്. അതെ. പിന്നെ ഉമ്മ ജോലിക്ക് പോകുമായിരുന്നു. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഉമ്മ ജോലിക്ക് പോകും. ഈ പൈസ കൊണ്ടാണ് നമ്മളൊക്കെ ഇത്ര ആക്കിയെടുത്തത്. അതെ. അവർക്കുണ്ടാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് ഉൾക്കൊണ്ട് തന്നെയാണ് ജാസി ഇപ്പൊ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ കുടുംബത്തിലേക്ക് പൈസ കൊടുക്കാറുണ്ടോ? പിന്നെന്താ, നമ്മളാണ് കുടുംബം നോക്കുന്നത്. അതെ. ഉമ്മ കുടുംബം ഉമ്മ ദുബായിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, എന്റെ കൂടെ ഉണ്ടായിരുന്നു 4 മാസം. വലിയൊരു കാര്യമായിരുന്നു. എനിക്ക് ഉമ്മാനെ കൊണ്ടുവരണമെന്ന് ഭയങ്കര വലിയൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഉമ്മാനെ ദുബായി കാണിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അജീഷേട്ടന്റെ സഹായം, പിന്നെ എനിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ട്സ് മീൻസ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോഫ്റ്റ് ലൈൻ എന്നുള്ള ഒരു ബുട്ടിക്ക്, അവർ അൽനാഹദിൽ സോഫ്റ്റ് ലൈൻ, അവിടുത്തെ ഇക്ക കുറച്ച് സഹായിച്ചു, ടിക്കറ്റ് ഒക്കെ എടുത്തു തന്നു. അങ്ങനെ ഉമ്മാനെ ഞാൻ ദുബായി കൊണ്ടു കാണിച്ചു അല്ലെ. ഇത്തമര കല്യാണമൊക്കെ ഉപ്പ ഉള്ളപ്പോഴാണ് നടക്കുന്നത്? അതെ, ഉപ്പ ഉള്ളപ്പോഴാണ് നടക്കുന്നത്. അപ്പൊ അതൊന്നും ബാധ്യതയായില്ല? അല്ല, അതൊന്നും എനിക്ക് ബാധ്യതയായിട്ടില്ല. പക്ഷെ എനിക്ക് അവർക്ക് കല്യാണത്തിനും എന്തെങ്കിലുമൊക്കെ, അന്ന് ഞാൻ കോഴിക്കോട് പഠിക്കുകയാണ്, ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുകയാണ് ഞാൻ. അപ്പൊ ഞാൻ തന്നെ സ്വയം ഞാൻ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യും. പഠിക്കുമ്പോൾ വർക്ക് ചെയ്യും, അവിടെ വർക്ക് ചെയ്യും. അവിടുന്ന് കിട്ടുന്ന ക്യാഷ്, വീട്ടുകാരോട് ഞാൻ ക്യാഷ് ചോദിക്കാറില്ല. കാരണം എനിക്കറിയാം അവിടുത്തെ പ്രതിസന്ധികളും കാര്യങ്ങളും. അപ്പൊ ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ, അവിടെ വെയിറ്റർ ആയിട്ട് വർക്ക് ചെയ്തു. സ്പാൻ ഹോട്ടൽ, കോഴിക്കോട് സ്പാൻ ഹോട്ടൽ വെയിറ്റർ ആയിട്ട് വർക്ക് ചെയ്തു. അപ്പൊ അവിടെ നമുക്ക് മാസം ഒരു 2500 രൂപ സ്റ്റേറ്റ്മെന്റ് കിട്ടും. അതിന്റെ ഫീസിലേക്ക് ഞാൻ അടക്കും. അങ്ങനെയായിരുന്നു. അപ്പൊ രാവിലത്തെ ക്ലാസ്സിന് പോകും. ക്ലാസ് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിക്ക് മുതൽ രാത്രി 12 മണി വരെ വർക്കിന് നിൽക്കും. അങ്ങനെയായിരുന്നു. അന്ന് എനിക്ക് ഇഷ്ടമാണ്, അധ്വാനിക്കാൻ ഇഷ്ടമാണ് എനിക്ക്. ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ജീവിക്കാനുള്ള ഒരു ഇത്. കാരണം ഒരാളെ മുമ്പിലും കൈ നീട്ടരുത്, അല്ലെങ്കിൽ വേറെ ഒരു പരിപാടിക്കും പറഞ്ഞൊരു വാക്കാണ് കടം വാങ്ങരുത്. ഒരാളെ മുമ്പിൽ കൈ നീട്ടരുത്, അല്ലെങ്കിൽ വേറൊരു വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കരുത് എന്നൊരു തോന്നലുണ്ടായിരുന്നു. അന്നും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം കോഴിക്കോട് പല ഭാഗങ്ങളിലും നിന്നിട്ട് സെക്സ് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോവാണ്ട് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് തന്നെ ഒരു ഇതിലെത്തണം എന്നുള്ളത് ഭയങ്കര വലിയ ഒരു വാശിയായിരുന്നു.